മുസ്ലിമീങ്ങളെ മൊത്തവും മുശ്രിക്കും കാഫിറുമാക്കി മുദ്ര കുത്തുക. പഴയ കാലത്തൊക്കെ മൗലിദ് ഓതുക, അതുപോലെ റസൂലുള്ളാഹിനെ വിളിക്കുക, ഇങ്ങനൊക്കെ ചെയ്താലാ കാഫിറാകുന്നത്. ഇപ്പൊ മുജാഹിദ് കുറച്ചുകൂടി ഉയർന്നു ചിന്തിച്ചിട്ടുണ്ട്. കാഫിറാവാൻ അങ്ങനൊന്നും വേണ്ട. എന്താണെന്നറിയും, ഒരു മൗലവി ഞാൻ പറഞ്ഞത് കേൾക്കുക. എന്താ, ഇസ്ലാമെന്ന് പുറത്തു പോകാനുള്ളൊരു കുറുക്കു വഴി മൂപ്പര് പറയാം കാഫിറാക്കാൻ. നിസ്കാര ശേഷം നമ്മൾ തസ്ബീഹ് ചൊല്ലേണ്ടത് എത്ര തവണ? 33 തവണയാണ് അല്ലേ? അത് ഒരാൾ 99 തവണ ചൊല്ലിയാൽ എന്താ ഉണ്ടാകുക? ഒന്നുമില്ല, ഓന്റെ കഥ കഴിഞ്ഞു. അതായത് ഓ ഇസ്ലാമെന്ന് പുറത്തു പോയി. നിസ്കാര ശേഷം ഒരാൾ 33 തവണ ദിക്ർ സുബ്ഹാനല്ലാഹ് ചൊല്ലണം. അതാണ് അഫ്ളൽ, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഒരാൾ എന്ത് ചെയ്തു? 99 തവണ അങ്ങോട്ട് ചൊല്ലിയാൽ അയാൾ ഇസ്ലാമെന്ന് പുറത്തു പോകുന്നു. ഞാൻ പറയല്ല, മൗലവി പറയുന്നത് കേട്ടോളൂ, വെച്ചുകൊടുക്ക്. ഒരാൾ ലോറി നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഇത് 33 വട്ടമാണ്. എല്ലാവർക്കും അറിയാം. ലോകത്തൊരു മുസ്ലിമിന് എതിരെ അഭിപ്രായമില്ല. ഒരാള് നമ്മളോട് ചോദിക്കണേ, ഇക്കാക്ക സുബ്ഹാനല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്താ? ഓ അല്ലാഹു എത്ര പരിശുദ്ധനാണ്. ആണോ? ആ അതെ. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് നല്ലതാണോ? ആ നല്ലതാണ്. എന്നാലേ ഞാൻ എല്ലാ ഫർദ് നിസ്കാരത്തിനും 99 വട്ടം ചൊല്ലൂ ഓരോ ദിക്റും എന്ന് അയാൾ തീരുമാനിച്ചാലോ അവസ്ഥ കഥ കഴിഞ്ഞു. അയാളെ കഥ കഴിഞ്ഞു. ഞാൻ കഥ കഴിക്കുന്നല്ല, അയാളെ കഥ കഴിഞ്ഞു. ഇസ്ലാമെന്ന് പുറത്തുപോയി. 99 തവണ ചൊല്ലിയാൽ ആള് കഥ കഴിഞ്ഞ് ഇസ്ലാമെന്ന് പുറത്തുപോയി. ഇതേതാ മതം എന്ന് നമുക്കറിയണില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കാഫിറാകാൻ ആകപ്പോ അത്രേ പണിയുള്ളൂ. ഏത് ഖുർആനിലാണ് ഇതുള്ളത് നമുക്കറിയില്ല, ഏത് ഹദീസിലുള്ളത്. നമ്മളെ ഇമാമുകളെ കിതാബൊക്കെ പാള കിതാബാണ്, തോട്ടുകെറിയണമെന്ന് പറഞ്ഞ മൗലവിമാര് ഖുർആനിലെ 6000 ചില്ലാനം വരുന്ന ആയത്തുകളിൽ ഏതായത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. എന്തൊരു കഷ്ടാണ്.